അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം. അതുപോലെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മളെ സ്വീകരിക്കണം, നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കണം. അതുപോലെ നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം കിട്ടണം എന്നൊക്കെ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളാണ് ഇവയൊക്കെ. നമ്മൾ വിചാരിക്കും സമ്പത്ത് ഒരുപാട് ഉള്ളവരെ ആണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് ഒരുപാട് സമ്പത്ത് കൊടുത്തത് എന്ന്. അതൊരിക്കലും ശരിയല്ല. ആ ഒരു വിചാരം നിങ്ങൾ മാറ്റണം. കാരണം സമ്പത്ത് തരുന്നത് അള്ളാഹു ഇഷ്ടമുള്ളത് കൊണ്ടല്ല. ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. ഇഷ്ടമുള്ളവർക്ക് ചിലർക്ക് അള്ളാഹു കൊടുത്തു നോക്കും, അവർ ആ ഒരു സമ്പത്ത് കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. അള്ളാഹുക്ക് ഇഷ്ടമുള്ള അടിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ് ദാരിദ്ര്യം, സമ്പത്തില്ലായ്മയും ദാരിദ്ര്യങ്ങളൊക്കെ. നമ്മൾ ദാരിദ്ര്യം വരുമ്പോൾ ഒരുപാട് ക്ഷമിക്കുകയും അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ അള്ളാഹു തരുന്നത്. ദാരിദ്ര്യമില്ലാത്ത ജീവിതവും അതുപോലെ സമ്പത്ത് ഒരുപാട് ഉള്ളതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ മുത്തുനബിയുടെ ചരിത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്ക്, ഒന്ന് കേട്ട് നോക്ക്. മുത്തുനബി എത്ര വിശപ്പും ദാഹവും സഹിച്ചിട്ടുണ്ട്. അതുപോലെ സമ്പത്തിലേക്ക് എത്ര ജോലിക്ക് പോയിട്ടുണ്ട്, ഈത്തപ്പഴമൊക്കെ വാങ്ങിയിട്ട് വരുന്നതൊക്കെ ഉള്ള ഒരു കഥകൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് കഥകൾ അങ്ങനെയുണ്ട്. അങ്ങനെയാണെങ്കിൽ മുത്തുനബിക്ക് അള്ളാഹു കൊടുക്കുമായിരുന്നില്ല. അതുകൊണ്ട് സമ്പത്ത് കുറഞ്ഞു പോയി, എനിക്ക് അള്ളാഹു തന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങൾ മാക്സിമം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അടുത്തൊരു ലക്ഷ്യമാണ് അസുഖം തരിക. നമുക്ക് വിട്ടുമാറാത്ത അസുഖം വരുമ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കും എന്തൊരു പരീക്ഷണമാണ്, നമുക്ക് എന്താണ് അള്ളാഹു ഇങ്ങനെ തരുന്നത് എന്നല്ലേ. അള്ളാഹുവിന് നമ്മളോട് ആത്മാർത്ഥമായിട്ട് അള്ളാഹു നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ അള്ളാഹു തരുന്നത്. അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പല പ്രവാചകന്മാരുടെ കഥകളും നിങ്ങൾ എടുത്ത് കേട്ടു നോക്ക്. അവർക്കൊക്കെ പല ബുദ്ധിമുട്ടുകളും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അസുഖങ്ങൾ കൊടുത്തവരുണ്ട്, ദാരിദ്ര്യം കൊടുത്തവരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ തരുന്നത്. നമ്മൾക്ക് വരുന്ന പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് തരുന്നത്. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും തന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ക്ഷമിക്കുക. ക്ഷമിക്കുന്നവരെ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ കാലിലൊരു മുള്ള് തറച്ചാൽ അതും അള്ളാഹു തരുന്ന പരീക്ഷണമാണ്. നമ്മൾ അതിൻ്റെ വേദന അനുഭവിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ഒരുപാട് പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരും. നമ്മൾ അനുഭവിക്കുന്ന വേദനകളിലൊക്കെ നമുക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു തരും. നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമുക്ക് ഹൈറായ ജീവിതം കിട്ടാനും അതുപോലെ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്.